All. Good evening. Good evening, ma'am. Okay. Good evening. Okay. എല്ലാവരും ഫ്രീ ആയിട്ട് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് 7:30 വെബിനാർ വെച്ചത്. മോർണിംഗിലൊക്കെ ബിസി ആയിരിക്കും. ഗുഡ് ഈവനിങ്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം മഴയും വെള്ളപ്പൊക്കവും എന്റെ ചുറ്റുപാടൊക്കെ ഉണ്ട്. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, കറണ്ടിന്റെ ബുദ്ധിമുട്ടൊക്കെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കുന്നു. ബാക്കി എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. എന്നെ അറിയാത്ത ആളുകൾക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനീഷ അനീസ്. വിമണിഫെസ്റ്റ് LLPയുടെ CEO ആണ്. അതേപോലെ തന്നെ EFT പ്രാക്ടീഷണർ കൂടിയാണ്. കാലിക്കറ്റ് ആണ് സ്ഥലം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരൊറ്റ ആളും ക്യാമറയിലില്ല. കുറച്ചു പേരെങ്കിലും ക്യാമറയിൽ വന്നാൽ സന്തോഷം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ക്യാമറയിൽ വന്നാൽ സന്തോഷം. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതിനെ നോക്കിയിട്ട് സംസാരിക്കുന്ന പോലെ ആവും. ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനെയർ കൂടെ ഉണ്ടാവുമ്പോഴാണ് ഇത് ഫുൾഫിൽ ആവുക, കംപ്ലീറ്റ് ആവുക. ഓക്കെ. നമ്മളിപ്പം പൊതുവെ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്ലാറ്റ്ഫോമിലും കാണുന്ന ഒരു കാര്യമാണ്, കേൾക്കുന്ന ഒരു കാര്യമാണ് വികാരം വികാരം വികാരം. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യൂ, ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ. നിങ്ങളുടെ വീടിന്റെ മുമ്പില് അല്ല, നിങ്ങളുടെ കയ്യില് ഒരു തൈ കിട്ടി, എന്തോ ഒരു തൈ. ഓക്കെ. ആ തൈയിനെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നട്ടു, അതായത് കുഴിച്ചിട്ടു. ശേഷം അതിനെ നന്നായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുത്തു. അതിങ്ങനെ വളർന്ന് 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 വലിയ ഒരു വടവൃക്ഷമായി, അതായത് വലിയ ഒരു മരമായി. മരം ആയി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഫലവും കിട്ടുന്നില്ല, അതായത് ഇതിൽ നിന്നൊരു ഫ്രൂട്ടും കിട്ടുന്നില്ല എന്ന് മാത്രല്ല, ആ മരം കാരണം നിങ്ങൾക്ക് ഒരു നശീകരണം, അതായത് നിങ്ങളിൽ ഒരു നാശം വരുന്ന ഒരു സ്റ്റേജ് എത്താണ്. ഇപ്പം എസ്പെഷ്യലി ഞങ്ങൾ സ്ത്രീകൾ പറയും, അതിൽ നിന്ന് ഇല തൊഴിഞ്ഞ് ഇല വീണ് മുറ്റടിച്ച് ക്ഷീണിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ കൊമ്പ് ചില്ല, അതിന്റെ ഇത് കാരണം മറ്റുള്ള ഇതിൽ നിന്നൊരു ഫലം കിട്ടുന്നില്ല എന്ന് മാത്രല്ല, ഇതിന്റെ ആ ഒരു തണല് കാരണം അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു കാനല് കാരണം ബാക്കിയുള്ള ചെടികൾ നന്നായിട്ട് വളരുന്നില്ല. ഇല്ലെങ്കിൽ ഇതിന്റെ കൊമ്പ് വീടിന് ഒരു ബാധിക്കുന്ന ഒരു സ്റ്റേജിലെത്തി. ഇങ്ങനെയൊക്കെ ഈ മരം കൊണ്ട് ഒരു ഉപയോഗവും ഉപകാരവും ഇല്ലാത്ത ഒരു സ്റ്റേജിലാണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ തൈ വളർന്ന് ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് എങ്കിൽ ആ മരത്തെ നിങ്ങൾ എന്താ ചെയ്യാം? ആ മരത്തെ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ആദ്യം ചില്ലകൾ വെട്ടും, അതാണോ ചെയ്യാം? എന്താ നിങ്ങൾ ചെയ്യാ? പറ. ആൻസർ ഇല്ല. ആദ്യം നമ്മൾ ചെയ്യാ, അതിന്റെ ചില്ലകൾ ഇങ്ങനെ വെട്ടും, അല്ലെ? അതായത് ഇല കൂടുതൽ താഴെ വീണ് ബുദ്ധിമുട്ടാവുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ചില്ലകൾ കാരണം വീടിനൊരു അപകടം വരുന്നു എന്ന്, അല്ലെങ്കിൽ നശീകരണം വരുന്നു എന്ന് കാണുമ്പോൾ അതിന്റെ ചില്ലകൾ വെട്ടും. വീണ്ടും ഈ മരം വീണ്ടും വലുതായി അതിന്റെ വേര് വീടിനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ആ മരത്തിന്റെ വേര് കാരണം വീടിന് ഒരു അപായ സ്ഥിതിയാണ് എങ്കിൽ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടിനെ പൊളിച്ചു മാറ്റോ അല്ലെങ്കിൽ മരത്തെ മുറിച്ചു മാറ്റോ? എന്താ ചെയ്യാം? ആൻസർ പറ. മരത്തെ മുറിച്ചു മാറ്റും. മരത്തെ, അതെ, മരത്തെ വേരോടെ പിഴുതു മാറ്റും, അല്ലെ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട് അപായപ്പെടും. ആ മരം കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല. ആ മരത്തിനെ നമ്മൾ വേരോടെ പിഴുതു മാറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു വ്യക്തി, ഒരു അപരിചിതൻ വന്നിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിലെ വാതിലിൽ മുട്ടി 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 തട്ടി 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 നിങ്ങളെ ഇങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തോ കാരണം, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആ വാതിൽ തുറക്കാത്ത സമയം വരെ ഈ അപരിചിതൻ, ഈ വ്യക്തി നിങ്ങളെ മുട്ടിയിട്ടേയിരിക്കും.
നിങ്ങൾ ആ വാതില് തുറന്ന് എന്തിനാ നീ വന്നത്, എന്തിനാ നിങ്ങൾ വന്നത് എന്ന് ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ആ വ്യക്തി മുട്ടല് നിർത്തുള്ളൂ. നിങ്ങളത് തുറക്കാത്തതിന്റെ കാരണം പലതും ആയിരിക്കും. നിങ്ങളത് തുറക്കുന്നത് വരെ ഈ ആള് മുട്ടിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? മുട്ടിയതിന് വാതിൽ തുറന്നതിന് ശേഷം മാത്രമേ ഈ വ്യക്തി ആരാണെന്നും എന്താണെന്നും എന്തിനാണ് ഈ വ്യക്തി വന്നത് എന്നുള്ളതും നമുക്കറിയുള്ളൂ. ഈ രണ്ട് ഉപമയും പോലെ ഈ രണ്ട് എക്സാമ്പിൾ ഉദാഹരണം ഞാൻ എടുത്തത് ഇതുപോലെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതൊരു യാത്രയാണ്, ഇതൊരു ജേണിയാണ്, ഇതൊരു ഫ്ലോ ആണ്. ഓക്കെ, ഇതൊരു യാത്രയാണ്, ഇതൊരു ജേണിയാണ്. ഈ വാതിലിൽ മുട്ടുന്ന അപരിചിതരെ പോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ്. അതേപോലെ ഈ ഇമോഷൻസ് വലുതായി നിൽക്കുമ്പോൾ, ഇമോഷൻസ് നമ്മളെ ത്രട്ടണിങ് ചെയ്യുമ്പോൾ, നമ്മളൊരു തൽക്കാല ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആ മരത്തിന്റെ ചില്ലകൾ വെട്ടുന്നത് പോലെ. ആ ഒരു സംഭവം ഇപ്പൊ എനിക്ക് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള ഒരു പ്രതിവിധി അപ്പൊ തരുള്ളൂ. എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് എന്നാരും അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ ആ വാതിൽ ഒരു സമയത്ത് ഈ അപരിചിതൻ ഒരു സമയത്ത് മുട്ടിയ സമയത്ത് നിങ്ങൾ തുറന്ന് ആ ഇമോഷനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം. മേ ബി ആ ഹാൻഡിൽ ചെയ്ത സമയത്തും നിങ്ങൾക്ക് കൂടുതൽ ത്രട്ടണിങ്, അതായത് കൂടുതൽ ഫയറിംഗ് ആയിരിക്കും ആ സമയത്ത് ഒരു പക്ഷേ നേരിട്ടിട്ടുണ്ടാവാം. അത് കാരണം പിന്നെ നിങ്ങൾ ലൈഫ് ലോങ് വാതിൽ തുറന്ന് ആ അപരിചിതനുമായി ഇടപഴകാൻ അനുവദിക്കാതെ വീടിന്റെ വാതിൽ ഭദ്രമായി പൂട്ടിയിട്ട് ഈ താക്കോൽ എടുത്തിട്ട് വേറൊരാളെ ഏൽപ്പിക്കും. വീട്ടിലുള്ള ഹസ്ബൻഡിനെയോ പാരന്റ്സിനെയോ അല്ലെങ്കിൽ രക്ഷാകർത്താകാരിയോ വേറൊരാളെ ഏൽപ്പിക്കും. വീണ്ടും ഇത് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, താക്കോല് വേറൊരാളുടെ കയ്യിലാണ്. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ ഈ വാതിൽ വീണ്ടും തുറന്ന് ഈ വ്യക്തിയെ, അപരിചിതനെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇമോഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ലൈഫിന്റെ കീ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിന്റെ റിമോട്ട് കൺട്രോൾ വേറൊരാളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല, അകാരണമായിട്ടുള്ള ഭയം, എനിക്ക് ലൈഫിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഇതിനൊക്കെ നമ്മൾ സറൗണ്ടിങ്സിനെ, അതായത് നമ്മൾ തന്നെ ഏൽപ്പിച്ച താക്കോല്, റിമോട്ട് കൺട്രോൾ ഏൽപ്പിച്ച ഈ സറൗണ്ടിങ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ലൈഫിൽ ഏതൊരു സാഹചര്യവും നമ്മൾ വരുന്ന ത്രട്ടണിങ്ങിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഇമോഷൻസ് ആണ്. ഒരു വ്യക്തിക്ക് വേണ്ടത് IQ-യേക്കാൾ കൂടുതൽ EQ ആണ് എന്നാണ് പറയാ, അതായത് ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം ഈ ഇമോഷൻസ് നമുക്ക് നശീകരണവും അല്ല, നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇമോഷൻസ്. മനുഷ്യൻ എന്ന് പറയുന്നത് വികാരജീവിയാണ്. മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് മനുഷ്യന്റെ ഈ വികാരം തന്നെയാണ്. അവിടെ ഒരു പക്ഷിയുണ്ട്, നമ്മുടെ ബുദ്ധിയേക്കാൾ കൂടുതൽ ഇയാൾ ഇങ്ങനെ വളർന്ന് 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 പന്തലിച്ച് ആ വടവൃക്ഷം പോലെ വലിയ ശക്തിയുള്ള ഒരാളാവും. എന്നിട്ട് നമ്മുടെ ബുദ്ധിയുടെ കൺട്രോൾ നമുക്ക് കിട്ടാതാവും. അപ്പം ഇടിച്ചു തകർത്ത് മുന്നോട്ട് വന്ന് നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു സിറ്റുവേഷൻ സൃഷ്ടിക്കും. ബുദ്ധിയുടെ കൺട്രോളിൽ ഇയാളെ കിട്ടണം. ആരെ കിട്ടണം? നമ്മുടെ തന്നെ ഇമോഷൻസിനെ കിട്ടണം. ഈ ഇമോഷൻസ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാല്, നമ്മളെല്ലാവരും മനുഷ്യര് കുഞ്ഞു ഭാവം, അതായത് ജനിച്ച ഭാവം, നിഷ്കളങ്ക ഭാവം, ആ സമയത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ഒരു എന്താ പറയാ, ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്ക സീറോ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ആ സമയമുള്ളത്. പിന്നെ അതിൽ നിന്ന് ഡെവലപ്മെന്റ് സ്റ്റേജ്, ഗ്രോത്ത് വന്നുള്ള സമയങ്ങളിലാണ് ഓരോ വ്യക്തി ആവുമ്പോഴാണ് ഇയാള് ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ പറയും ഇയാള് ഭയങ്കര പാവാണ്, അല്ലെങ്കിൽ പറയും ഇയാള് ഭയങ്കര സൈലന്റ് ആണ്. ഇങ്ങനെ നമ്മളൊരു വിലയിരുത്തലുകൾ ഉണ്ട് ഓരോ വ്യക്തികളെയും.
ഇത് വരുന്നത് ആ ജനിക്കുമ്പോ തന്നെ ഇവൻ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് വിചാരിച്ചിട്ടല്ല ആ കുഞ്ഞു ആ വ്യക്തി വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പാവാന്ന് വിചാരിച്ചിട്ടല്ല വരുന്നത്. എവിടെയാണ് ഈ ഒരു വ്യക്തിത്വ രൂപീകരണം വരുന്നത്? ഈ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ വളരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ചുറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻസ്, വിദ്യാഭ്യാസം, അതൊരു പക്ഷേ ശരിയായ വിദ്യാഭ്യാസം ആയിരിക്കണം എന്നില്ല. നമ്മൾ വളർന്നു വരുന്ന ആ കുഞ്ഞു ഭാവം വളർന്നു വരുന്ന എൻവയോൺമെന്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ 5 സെൻസ് ഓഫ് ഓർഗൻസ്, നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു പാറ്റേണിൽ നിന്നാണ് ഒരു വ്യക്തിയെ വ്യക്തിത്വമാക്കുന്നതും ഒരു വ്യക്തി രൂപീകരിക്കാൻ മുഴുവനാവുന്നതും. ഇവിടെയാണ് നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ നമ്മളിൽ തന്നെ ആ ഒരു വലിയ വടവൃക്ഷമായിട്ട് മാറുന്നത്. എന്നിട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷൻസ് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് സന്തോഷവും സ്നേഹവും, അല്ലെ? സന്തോഷവും സ്നേഹവും പോസിറ്റീവ് ഇമോഷൻസ് ആണ്. പക്ഷെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ സന്തോഷത്തെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നീ അധികം സന്തോഷിക്കണ്ട, കൂടുതൽ സന്തോഷിക്കണ്ട, സങ്കടപ്പെടേണ്ടി വരും എന്ന് കേട്ടിട്ടില്ലേ? കേട്ടണോ? എന്ന് കേട്ടണോ നിങ്ങള്? അതെ, അതായത് കൂടുതൽ നീ സന്തോഷിച്ചാൽ സങ്കടപ്പെട, ആ സന്തോഷം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇമോഷൻ ആണ്. ആക്ച്വലി അവിടെ നെഗറ്റീവ് ഇമോഷൻ അല്ല. ആ പോസിറ്റീവ് ഇമോഷനെ പോലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനല്ല നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പോസിറ്റീവ് ഇമോഷൻ, സന്തോഷം എന്ന് പറയുന്നത് ഡീപ്പ് ലെവൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ സന്തോഷിക്കണം. അവിടെ കടുംപിടുത്തം പിടിക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്. അതായത് അതിനെ കൺട്രോൾ ചെയ്യാണ് സന്തോഷത്തെ. എന്നിട്ട് എവിടെയാണ് അതിനെ സപ്രസ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെക്കുക. പിന്നുള്ള പോസിറ്റീവ് ഇമോഷനാണ് സ്നേഹം. ഓവറായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവറായി ലാളിച്ചു കഴിഞ്ഞാൽ വഷളാവും എന്നാണ് കേട്ടിട്ടുള്ളത്, അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അതെ അതെ, ഭാര്യയെ കൂടുതൽ സ്നേഹിക്കേണ്ട, അവള് എന്റെ തലയിൽ നെറുന്തലയിൽ കയറും എന്ന് പറയും. അല്ലെങ്കിൽ മക്കളെ കൂടുതലായി ലാളിക്കേണ്ട, അവര് നമ്മളുടെ നെറുന്തലയിൽ കയറും എന്ന് പറയും. സ്നേഹം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഇമോഷൻസിനെ പോലും നല്ല രീതിയിൽ അതിനെ പ്രകടിപ്പിക്കാൻ, അതായത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇല്ല. അത് കാരണം പോസിറ്റീവിനെ പോലും നമ്മൾ കൺട്രോൾ ഫ്രീക്ക് ആക്കുകയാണ്. എന്നിട്ട് അനാവശ്യമായിട്ടുള്ള, ആവശ്യമില്ലാത്തതിനൊക്കെ അടിച്ചും ദേഷ്യം വിട്ടും, അതായത് കുട്ടികളെ ദേഷ്യപ്പെട്ടിട്ട് വളർത്തണം, ഭാര്യയെ അടിച്ചമർത്തി ആ വരയിൽ വെച്ചിട്ട് നിർത്തണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഈ സമയമാകുമ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വരണം, ഇങ്ങനെയൊക്കെ കണ്ടീഷൻ ചെയ്തിട്ട്, അതായത് കൺട്രോളിൽ വെച്ചിട്ട് ആണ് ഇമോഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. സന്തോഷം, സ്നേഹം എന്നുള്ള പോസിറ്റീവ് ഇമോഷൻസിനെ ഡീപ്പ് ലെവൽ അതിനെ അറിഞ്ഞ് എക്സ്പ്രസ് ചെയ്യുകയില്ല. ആവശ്യമില്ലാത്ത രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് കുറ്റം പറയാണ്, പരാതി പറയാണ്. എന്ത്? ഹസ്ബൻഡ് എന്നെ നല്ല രീതിയിൽ കേൾക്കുന്നില്ല, അവരെന്നെ പരിഗണിക്കുന്നില്ല, അവരെന്നെ സ്നേഹിക്കുന്നില്ല, മക്കള് സ്നേഹിക്കുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് സന്തോഷം എന്താണെന്ന് അറിയുന്നില്ല. അതായത് എന്നും സ്വസ്ഥതക്കേടാണ്, എന്നും സമാധാനക്കേടാണ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ തന്നെ ഇമോഷൻസാ. ഇതിനെ ഹൗ ടു ഹാൻഡിൽ, എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയുന്നില്ല. ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്ലോ. ഒറ്റ മിനിറ്റ്, ഞാൻ മ്യൂട്ടാക്കി കാട്ടെ. ഇതൊരു ഫ്ലോ ആണ്. ഇപ്പൊ അതിന് ഏറ്റവും ഉപമ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, അതായത് ഇപ്പം കേരളം ഒന്നായിട്ട് മഴയാണ്, വെള്ളം ഒഴുകാൻ കഴിയാതെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എന്റെ ചുറ്റുപാടിൽ എനിക്ക് അറിയുന്ന കുറെ വീടുകളിൽ ഇപ്പോഴും 3-4 ദിവസമായിട്ട് വെള്ളത്തിലാണ് ആ വീടുള്ളത്. ഈ വെള്ളം ഒഴുകാൻ പറ്റാത്തത് കൊണ്ടല്ലേ അത് അവിടെ കെട്ടി നിൽക്കുന്നത്? അതായത് വെള്ളത്തിന്റെ സമാഗമം എന്ന് പറയുന്നത് കടലിലേക്കാണ്. കടലിൽ നിന്ന് തുടങ്ങി കടലിലേക്കാണ് വെള്ളത്തിന്റെ സമാഗമം.
അതിങ്ങനെ ഒഴുകാൻ അനുവദിക്കുന്നില്ല. നമ്മൾ മണ്ണിട്ട് മൂടിയിട്ടും അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടും ഇതിന് ഒഴുകി പോവാൻ, അതിന്റെ വഴി ദിശയിലൂടെ ഒഴുകി പോവാൻ കഴിയാത്തത് കൊണ്ടാണ് വെള്ളം കെട്ടി നിൽക്കുന്നതും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും. ഞാനൊരു ഉപമയായി പറഞ്ഞതാണ്. ഇതുപോലെയാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്ലോ. അത് ഒഴുകണം. ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്നിലേക്കുള്ള അവസാനമാണ്. അതായത് ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്നിലേക്കുള്ള അവസാനമാണ്. ഇതിങ്ങനെ ഒഴുകാൻ അനുവദിക്കാതെ നമ്മൾ പിടിച്ചു വെക്കുകയാണ്. ഒഴുക്ക്, ലൈഫിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത തന്നെ, തോട്ടിനെ നമ്മൾ ഒഴുകാൻ അനുവദിക്കാതെ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും അതിനെ പിടിച്ചു വെക്കുകയാണ്. അതായത് ഇപ്പം പഴയ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആ തോട്ടിനെ ഓർക്കാൻ അനുവദിക്കാതെ പിടിച്ചു വെക്കുക. ആ എക്സ്പീരിയൻസ് ഓർത്തെടുത്തല്ല, എനിക്ക് അത് ആലോചിക്കാനേ പറ്റുന്നില്ല, അതെനിക്ക് ആലോചിക്കാൻ തന്നെ കഴിയില്ല, ആലോചിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളില് എന്തൊക്കെയോ ഒരു ആളല ആന്തല എന്ന് പറയും. അതായത് അത് ആലോചിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത വരികയാണ്. ചിന്തയെ ചിന്തിക്കണം എന്നാ. അത് വരട്ടെ പോവട്ടെ, വരട്ടെ പോവട്ടെ. ലൈഫ് ഇറ്റ്സ് എ ഫ്ലോ. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ്. അതിനെ ഒഴുകാൻ അനുവദിക്കുന്നില്ല നമ്മുടെ ലൈഫിലെ, നമ്മുടെ എക്സ്പീരിയൻസിലെ ഈ 3 ഈകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല പല അനുഭവങ്ങളും. അത് ഒഴുകാൻ അനുവദിക്കാതെ അതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒന്ന്, അതായത് അതിനെ കൺട്രോൾ ചെയ്യാണ് ഒന്ന്. നെക്സ്റ്റ് അതിനെ ബണ്ടിൽ കെട്ടിയിട്ട് കെട്ടിക്കിടക്കുകയാണ്. വെള്ളം ഇപ്പൊ കെട്ടിക്കിടക്കുന്നത് കാരണം ഈ വെള്ളം ഇനി കുറച്ചു കഴിഞ്ഞാൽ ഒഴുകി പോകുമ്പോഴും ആ വെള്ളത്തിൽ നിന്നിട്ടുള്ള വീടുകളിലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും. എന്ത്, ഈ വീട് ഇത്രയും ദിവസം പൊതിർന്നിട്ടായിരുന്നു, ഇനി ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികം അവർക്കുണ്ടാവും. അതേപോലെ വെള്ളം കെട്ടിക്കിടന്നാല്, അതായത് കുറേ ദിവസം കുറേ സമയം കെട്ടിക്കിടന്നാല് നിങ്ങൾക്കറിയാം ആ വെള്ളം ദുർഗന്ധം വമിക്കും. അല്ലേ? ഉണ്ടോ? ഉണ്ട്. ആ വെള്ളം ദുർഗന്ധം വമിക്കും, ചുറ്റുപാടും ദുർഗന്ധം വമിക്കും. ഇതുപോലെ നമ്മുടെ ചിന്ത കെട്ടിക്കിടക്കുകയാണെങ്കിൽ, അത് നമ്മൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ, അത് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് ദുർഗന്ധം വമിക്കും. അതിൽ നിന്ന് വരുന്ന വാസന നല്ല വാസന ആയിരിക്കില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ് വരിക. എന്ത്? നമുക്ക് അകാരണമായിട്ടുള്ള ഭയം, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഒന്നിലും ഒരു ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥകൾ. കാരണം ഇതിനെ നമുക്ക് ഒഴുകാൻ അനുവദിക്കാൻ നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒഴുകണം. ഇത് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ. ഇനി വേറൊന്ന്, ഇത് കുറെ കഴിഞ്ഞിട്ട് ബോഡിയിൽ ഒരു റിയാക്ഷൻസ് വരും. നമ്മുടെ ശരീരം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയം കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ അതിന് നമ്മൾ ലേബലിടുന്ന കുറെ ലേബലുകളാണ് മൈഗ്രെയിൻ, തൈറോയിഡ്, കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. മൈഗ്രെയിൻ, തൈറോയിഡ്, ബാക്ക് പെയിൻ, മുട്ടുവേദന, വെരിക്കോസ്, പ്രഷർ, ഷുഗർ, പിന്നെന്താ, ക്യാൻസർ. ഇങ്ങനെ നമ്മുടെ തോട്ട് ഒഴുകാൻ നമ്മൾ അനുവദിക്കാതെ, തോട്ട് നല്ല രീതിയിൽ ഒഴുകുമ്പോഴാണ്, നമ്മൾ ആ തോട്ടിനെ ഏറ്റ് നമ്മൾ അതിനെ ഇടപഴകുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് എപ്പോഴും സ്റ്റേബിൾ ആവുക. അതായത് നമ്മൾ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, നമ്മുടെ ലൈഫിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോഴാണ് ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം കൺട്രോൾ ചെയ്താൽ കൺട്രോൾ ഫ്രീക്കാ. കുട്ടികളെ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തെ, ഒരു ടീനേജിനൊക്കെ നമുക്കറിയാം, അവരെ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. അവർ റിബൽ ആവുകയുള്ളൂ, പൊട്ടിപ്പോവുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് നമ്മളോട് എഗെയിൻസ്റ്റ് ആയി, ഒപ്പോസിറ്റ് ആയി, റിബൽ ആയിട്ട് നമ്മളോടൊരു ഫൈറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പൊ അത് പൊട്ടിപ്പോവും. നമ്മൾ ചെയ്യേണ്ടത് ഈ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാണ് വേണ്ടത്. അതായത് നമ്മളുടെ ഇമോഷൻസിനോട്, നമ്മുടെ എക്സ്പീരിയൻസിനോട് നമ്മൾ ഇടപഴകി അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാ വേണ്ടത്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാനസിക അസ്വസ്ഥത, നെക്സ്റ്റ് എന്താണ് വരിക? ശാരീരിക അസ്വസ്ഥതകൾ. എന്നിട്ട് ഈ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോഴും ഓടുകയാണ്. ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി ഓടുകയാണ്. അവിടെ അവര് ചെയ്യുന്നത്, എല്ലാ ഡോക്ടേഴ്സും പറയുന്നുണ്ട്,
എത്ര പെർസെന്റേജ് ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മല്ല. സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ്, അതായത് മാനസിക ജന്യ രോഗങ്ങളാണ്. അവിടെ അവര് ചെയ്യുന്നത് ഈ വലിയ വടവൃക്ഷത്തിന്റെ ചില്ലകൾ വെട്ടുന്ന പോലെ തൽക്കാല ആശ്വാസത്തിനാണ് അവര് ടാബ്ലറ്റ് തരാം. വേരോടെ അവര് പിഴുതെറിഞ്ഞ് കളയുന്നില്ല. റീസെന്റ്ലി ഞാനൊരു സിറ്റിംഗ് ഇരുന്നപ്പോഴും ഒരു ലേഡി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതാണ്, ആൾക്ക് മൈഗ്രെയിൻ ആണ്. ലാസ്റ്റ് ടാബ്ലറ്റ് ഏഷ്യാണ്ടായപ്പം അവരോട് തന്നെ ഡോക്ടർ പറഞ്ഞത് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, അതായത് തോട്ട് ഒന്ന് കൺട്രോൾ ചെയ്യൂ, നിങ്ങൾക്ക് ഇനി മരുന്നില്ല എന്ന് പറഞ്ഞ് അവരെ വിട്ടു. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഒഴുകാൻ അനുവദിക്കുമ്പോൾ, നമ്മുടെ തോട്ട് ഒഴുകാൻ അനുവദിക്കുമ്പോൾ, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്തു പോകുമ്പോൾ മാനസികമായിട്ട് സുഖം സന്തോഷം മാത്രമല്ല ശാരീരികമായിട്ട് നമ്മൾ സുഖം സന്തോഷം സമാധാനം നമുക്ക് നേടാൻ കഴിയും. ജനിച്ചപ്പോൾ ഉള്ള ഭാവം പോലെ മരിക്കുമ്പോഴും ആ ഒരു നിഷ്കളങ്ക ഭാവത്തില് നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോ നമ്മളെ നമുക്ക് തിരിച്ചേൽപ്പിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ കൂടുതൽ വെറുതെ ആവശ്യമില്ലാതെ മെഡിസിൻ ഒക്കെ ഇങ്ങനെ കഴിച്ച് ശരീരം ജീർണിച്ച രൂപത്തിലായിരിക്കും നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ തിരിച്ചേൽപ്പിക്കുക. മാനസിക സുഖം, ശാരീരിക സുഖം, പിന്നുള്ളത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. മിക്ക ആളുകളും പറയും എപ്പോഴും കടത്തിലാണ്, സാമ്പത്തികമായിട്ട് എനിക്കൊരു അഭിവൃദ്ധി നേടുന്നില്ല, സാമ്പത്തികമായിട്ട് എനിക്ക് മെച്ചപ്പെടാൻ കഴിയുന്നില്ല. അവിടെയും ഇമോഷണൽ ബ്ലോക്കുകളാണ്. എന്താണ്? സാമ്പത്തികം, മണിയെ കുറിച്ചിട്ടുള്ള, അതായത് ക്യാഷിനെ കുറിച്ചിട്ടുള്ള തെറ്റായ നോളജുകളും. ദരിദ്രരായിട്ടുള്ള ആളുകൾ ദരിദ്രരായിട്ട് തന്നെ വളരാവൂ എന്നുള്ള ഒരു വിദ്യാഭ്യാസം, നന്നായിട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാമെന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അസ്വസ്ഥത എന്ന് കണ്ടു കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് റിമൂവ് ചെയ്തിട്ട് സാമ്പത്തിക മെച്ചം നേടാം. നെക്സ്റ്റ് വരുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടത്, അതായത് ഒരു മനുഷ്യന് വേണ്ട 4 കാര്യങ്ങളാണ്: മെന്റൽ സ്റ്റെബിലിറ്റി, ഫിസിക്കൽ സ്റ്റെബിലിറ്റി, അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. പിന്നെ നമുക്ക് വേണ്ടത് സ്പിരിച്വൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, അതിലേക്കുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒരു വ്യക്തിക്ക് വേണ്ട കംപ്ലീറ്റ് നമ്മൾ ഡെവലപ്പ് ആവുമ്പോൾ, കംപ്ലീറ്റ് നമുക്കൊരു റിസൾട്ട്, ഒരു ഫ്രൂട്ട്ഫുൾനെസ് കിട്ടണമെങ്കിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തോട്ടിനെ ഒഴുകാൻ അനുവദിക്കുന്നതിലൂടെ നമ്മളുടെ ഇമോഷൻ സ്റ്റെബിലിറ്റി, അതായത് ഇമോഷണലി നമ്മൾ ബാലൻസ് ആകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുക എന്ന് പറയും. ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ടാണ്, അതൊരു കലയാണ്. കല എന്ന് പറയുമ്പോൾ മനസ്സിൽ വരിക കലാകാരന്മാരെയാണ്, അതായത് ചിത്രരചന വരയ്ക്കുന്ന ആളുകളെ, അതേപോലെ ഡാൻസ് ചെയ്യുന്ന ആളുകള്, ഇങ്ങനത്തെ ഒക്കെ അല്ലേ നമ്മുടെ മൈൻഡിൽ കലാകാരന്മാരെന്ന് പറയുമ്പം വരിക. ഈ കലാകാരന്മാര് ഡ്രോയിങ് ഉള്ള ആളുകൾ, അതായത് ഡ്രോയിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള പാഷൻ ഉള്ള ആളുകള്, അവർക്ക് ആ ഒരു സ്കിൽ ഉള്ളത് കൊണ്ടാണ് അവരത് റിപ്പീറ്റഡ്ലി വരച്ച് അത് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഡാൻസ് ഇഷ്ടമുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്, അത് റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടാണ്. അതായത് കണ്ണു പോകുന്നിടത്ത് കാല് പോകണം, കാല് പോകുന്നിടത്ത് കൈ പോകണം എന്നൊക്കെ പറയലില്ലേ. അതായത് ആ കലയെ അവര് പഠിച്ചെടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പൊ എന്തിനാ എന്ന് ചിന്തിക്കാതെ ഇത്രയെങ്കിലും ആയല്ലോ. ഓക്കെ, ഞാൻ അതിലൊരു മെസ്സേജ് നോക്കിയപ്പോ വായിച്ചതാണ്, ഇത്രയെങ്കിലും ഞാൻ ജീവിച്ചല്ലോ, ഇനി എങ്ങനെ എന്ന് ചിന്തിച്ചൂടെ? പലരും ചിന്തിക്കുന്ന ഇത്രയൊക്കെ ഞാൻ ജീവിച്ചു, ഇനിയിപ്പൊ ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഇത്രയൊക്കെ ജീവിച്ചു, ഇനിയും ഉണ്ട്, ഇനിയുള്ള കാലം എങ്ങനെ? ഹൗ 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 ഇനിയുള്ള കാലം ഒരു ദിവസമെങ്കിലും ആ ദിവസം ഹൗ എങ്ങനെ? നമുക്ക് നമ്മുടെ ജീവിതം, വണ്ടി ഓടിക്കൂലേ, റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ സ്റ്റിയറിങ്, ക്ലച്ച്, ആക്സിലേറ്റർ ഒക്കെ നമ്മളുടെ കയ്യിലാണ്. അത് നന്നായിട്ട് ഒരു ദിവസം തിയറി പാട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ പഠിക്കുന്നതല്ല ഡ്രൈവിംഗ് എന്ന് പറയുന്നത്, അതൊരു കലയാണ്. റിപ്പീറ്റഡ്ലി റോഡിലൂടെ ഇറങ്ങി ഓടിച്ചിട്ടാണ് വലിയ ബസ് വരുമ്പോൾ, അല്ലെങ്കിൽ റൈറ്റ്, അല്ലെങ്കിൽ എക്സിറ്റ്, അല്ലെങ്കിൽ യു ടേൺ, ഇതൊക്കെ റിപ്പീറ്റഡ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഇതേപോലെയാണ് നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസുകളെ, ഓരോ എക്സ്പീരിയൻസുകളെയും നമ്മൾ അതിന്റെ കൂടെ നിന്ന് കൂടെ നടന്ന് അതിനെ പഠിച്ച് ലൈഫ് എന്ന കലയെ പഠിച്ച് ഇനിയും നല്ല രീതിയിൽ ജീവിക്കാൻ
തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും സാധിക്കും. ഞാൻ റിപ്പീറ്റഡ്ലി ഇവിടെ പറഞ്ഞ കാര്യം, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യരുത്, ഇമോഷൻസിനെ പിടിച്ചു വെക്കരുത്, ഇമോഷൻസിനെ കെട്ടിയിടരുത്. ആ തോട്ടിനെ നമ്മൾ എന്താ പറയാ, അതിനെ ഒഴുകാൻ അനുവദിക്കണം. ഇതിന് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്താണ്, ഞാൻ എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സമയത്ത് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്. ഇതിന് ഒറ്റ വാക്കിൽ പറയുന്ന കാര്യമാണ് സെൽഫ് അവയർനെസ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നാണ്. മിക്ക ആളുകളും പാസ്റ്റിലാണ്, അതായത് പാസ്റ്റിലെ പഴയ ദുരനുഭവങ്ങളെ പേറിക്കൊണ്ട് നടക്കും, ഇല്ലെങ്കിൽ ഭാവിയെ കുറിച്ചിട്ടുള്ള ആങ്സൈറ്റി, ആകാംക്ഷയല്ല ആശങ്ക. ഇനി എന്ത്, ഇനി എന്ത്. ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്താണ്, ഞാൻ എന്താണ്, എനിക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് എത്രമാത്രം വീക്ക്നെസ് ഉണ്ട്. എല്ലാ ആളുകളും വീക്ക്നെസ്സിനെ നന്നാക്കാനാണ് ശ്രമിക്കുക. വീക്ക്നെസ് ഓരോ വ്യക്തിക്കും സ്ട്രെങ്ത്തും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. നമ്മുടെ വീക്ക്നെസ്സിനെ നന്നാക്കാൻ ശ്രമിക്കാതെ നമ്മുടെ സ്ട്രെങ്ത്തിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ മെച്ചപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ കോട്ടിന്റെ സൈസ് 42 ആണ്. എന്റെ കോട്ടിന്റെ സൈസ് 42 ആണ് എന്ന് എനിക്ക് കറക്റ്റ് അറിയാതെ ഞാൻ ഷോപ്പിൽ പോയിട്ട് എല്ലാ കോട്ടും വലിച്ചിടുകയാണെങ്കിൽ, ഞാൻ ടൈറ്റ് ആയിട്ടുള്ള കോട്ട് അവിടുന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ കീറി പോവും. വലിയ കോട്ട് ഇടുകയാണെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അവിടെ എന്റെ സൈസ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അതേപോലെ ഓരോ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാവുന്നതോടുകൂടി നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോഴും, കാരണം നമ്മുടെ ജീവിതം, ഈ ലോകം എന്ന് പറയുന്നത് ആളുകളാൽ നിബിഡമാണ്. കാരണം ആളുകളായിട്ട് കണക്റ്റഡ് ആണ്. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആളുകളോട് നമ്മൾ ഇടപഴകൽ നിർബന്ധമാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരുമ്പോൾ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു കൂട്ടായ്മയിൽ എന്റെ സ്ട്രെങ്ത്തും എന്റെ വീക്ക്നെസ്സും ഇവിടെ അഡാപ്റ്റബിൾ അല്ല, അതായത് ഇവിടെ ഫിറ്റ് അല്ല, ഇവിടെ ഞാൻ ഇങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ ശ്രമിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ വീണ്ടും 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 അടി വാങ്ങുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എനിക്കും ഒരു സമയത്തുണ്ടായിരുന്നു. ഞാൻ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഞാൻ എന്റെ വീക്കിനെയാണ് പിടിച്ച് നന്നാക്കാൻ ശ്രമിച്ചത്. വീക്കിനെ പിടിച്ച് നന്നാക്കിയാൽ ഒരിക്കലും നമുക്ക് നന്നാവാനും ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം സ്ട്രെങ്ത്തിനെ പിടിച്ചിട്ട് നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് വാനിഷ് ആയി നമ്മുടെ സ്ട്രെങ്ത് കൂടി 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 വരും. എല്ലാ ആളുകൾക്കും വേണ്ടത് സ്ട്രോങ് ആൻഡ് ബോൾഡ് ആവാണ്. അതായത് ഐ എം സ്ട്രോങ്, ഐ എം ബോൾഡ് എന്നൊക്കെ പറയണം. അതായത് ഈ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല സ്ട്രോങ് ആൻഡ് ബോൾഡ് എന്ന് പറയുന്നത്. അത് ബൂസ്റ്റ് കുടിച്ചിട്ടും അല്ലെങ്കിൽ ജിമ്മിൽ പോയാലും നമുക്ക് സ്ട്രോങ് ആവാം. മെന്റൽ സ്ട്രെങ്ത്, മെന്റലി സ്ട്രെങ്ത് ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു അവസ്ഥയിലും, ഏതൊരു കൂട്ടായ്മയിലും, ഓഫീസ് ആവട്ടെ, വീടാവട്ടെ, ഫാമിലി ആവട്ടെ, മക്കളാവട്ടെ, ഇവിടെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്കെന്താണ് ഫിറ്റ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മളെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹൂ ആം ഐ, ഞാൻ ആരാണ്, ഞാൻ എന്താണ്. നമ്മളെപ്പോഴും പഠിക്കുക എന്താ, മറ്റുള്ളവരെ, ഹസ്ബൻഡിനെ പഠിക്കും, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറും, പൊട്ടുകയാണ്. അമ്മായിമ്മനെ പഠിക്കും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറാണ്, പൊട്ടും. ഒരു ഓഫീസിൽ ആ ജോലി എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വേണം, അപ്പൊ ബോസിനെ പഠിക്കും, കൊളീഗ്സിനെ പഠിക്കും. ആ ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കണമെങ്കിൽ എന്റെ സ്ട്രെങ്ത് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, നമ്മളിലാണ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്. ഇവിടെയൊക്കെ ഞാൻ എന്ത്, ഞാൻ എങ്ങനെ, എന്റെ ഇമോഷൻസ് എന്ത് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മെ നശിപ്പിക്കുന്ന, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വലിയ വടമരം, അതായത് ആ വടവൃക്ഷം, വലിയൊരു മരത്തിന്റെ ചില്ലകൾ വെട്ടിയിട്ട് കാര്യമില്ല. നമ്മളുടെ ഡെവലപ്മെന്റ് സ്റ്റേജില് എവിടെയാണോ എന്നെ ത്രട്ടണിങ് ചെയ്യുന്ന എക്സ്പീരിയൻസ്, അതായത് ആ വലിയ ചെറിയ തൈ വലിയ മരമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ വേരെടുത്ത് കളയണം. ചില്ലകൾ വെട്ടിയിട്ട് കാര്യമില്ല. റിപ്പീറ്റഡ്ലി നിങ്ങളുടെ വാതിൽ മുട്ടുനിന്ന അപരിചിതൻ, നിങ്ങളുടെ തന്നെ ഇമോഷൻസ്, ആ വാതിലിന്റെ കീ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാതെ ആ കീ എടുത്ത് വാതിൽ തുറന്ന് ആ ഇമോഷൻസിനെ നന്നായിട്ട് സ്വീകരിച്ചിട്ട് ആ ആൾക്ക് ബിരിയാണി കൊടുക്കണോ, ഫ്രൂട്ട് സലാഡ് കൊടുക്കണോ, ജ്യൂസ് കുടിക്കണോ, അല്ലെങ്കിൽ അപ്പൊ തന്നെ ടാറ്റ ബൈ ബൈ പറയണോ എന്നുള്ളത് നിങ്ങൾ ആ ഇമോഷൻസിനെ സ്വീകരിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഇത് നിങ്ങൾക്ക്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മാത്രം, അതായത് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ, നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ. അത് വേറൊരാൾക്കും കഴിയില്ല. അതിനുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ടൂളാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, ഇമോഷണൽ ബാലൻസ് തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ എക്സ്പേർട്ട് ആണ് ഞാൻ, അതിൽ EFT പ്രാക്ടീഷണർ ആണ് ഞാൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പം ഇത്രയും നേരം ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും താങ്ക് യു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാം, ഓ, ഞാനൊരു ടീനേജറാണ്. ഓക്കെ. ഏജ്? ഏജ് 16. ഓക്കെ. മാമിന്റെ സെക്ഷനിൽ ഉണ്ടായിരുന്ന എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, ബുഷ്ര എന്ന പേര്. ഞാൻ ബുഷ്രയുടെ മോളാണ്, ആയിഷ. എനിക്ക് കരച്ചില് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ചെറിയ കാര്യം കിട്ടിയാലോ അതിന് പെട്ടെന്ന് കരഞ്ഞു പോകും. അതിന് ഉമ്മ അങ്ങനെ എന്റെ അത്രയും ഞാൻ ഭയങ്കര പെട്ടെന്ന് കരയും, ഭയങ്കര സെൻസിറ്റീവ് ആണ്. എനിക്ക് തന്നെ ഞാൻ കരയണത് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് ഭയങ്കര എല്ലാരും എന്നെ അതിന് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് പറയാ. ഞാൻ ഈ സെഷനിൽ കംപ്ലീറ്റ് പറഞ്ഞത് എന്താ? പക്ഷെ അത് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. അതിനാണ് ഇപ്പം ബുഷ്രയുടെ വീട്ടില് ബൾബ് ഫീസായി വിചാരിക്കും. ഓക്കെ, റൂമിൽ ബൾബ് ഫീസായി, പക്ഷെ ലൈറ്റ് ഇല്ലാതെ ബുഷ്രമോക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ബൾബ് ഫീസായപ്പോ മോൾ എന്ത് ചെയ്തു? ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഉപ്പനോട് ഉമ്മനോട് പറഞ്ഞിട്ട് ബൾബ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്തു ഇടാൻ. കത്തുന്നില്ല. അപ്പൊ ഉപ്പനോട് പറഞ്ഞു, ഉപ്പ അതൊന്ന് നോക്കൂ. ഉപ്പ നോക്കി, ഉമ്മ നോക്കി, ആരും പറ്റുന്നില്ല, ആർക്കും പറ്റുന്നില്ല. നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യാ? മോൾ എന്താ ചെയ്യാ? ഇലക്ട്രീഷ്യനെ വിളിക്കും. കാരണം അതിൽ എക്സ്പേർട്ട് ആരാ? ഇലക്ട്രീഷ്യൻ. ആ ഇലക്ട്രീഷ്യൻ വന്നിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ മോൾക്ക് കറണ്ട് ഉണ്ടാവില്ല, പഠിക്കാൻ പറ്റില്ല. അതേപോലെ മോൾ ഇത്രയും കാലം മോള് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, മോക്ക് പറ്റുന്നില്ല, ഉമ്മക്കും പറ്റുന്നില്ല. അപ്പൊ എന്താ വേണ്ടേ? അതിന് പറ്റിയ ഒരാളെ കൊണ്ട് ട്രീറ്റ് അതിന് പറ്റിയ ഒരാളെ കാണണം, അതിന് പറ്റിയ എക്സ്പേർട്ടുകളെ സമീപിക്കാം. ക്ലിയർ അല്ലേ? മാം ഫ്രീ ആവുമ്പോ മെസ്സേജ് നോക്കൂ. ഓ ഷുവർ, ഐ വിൽ ബി ഹിയർ. ഇതൊക്കെ മോസ്റ്റ്ലി യൂട്യൂബിൽ പിന്നെ ഓക്കെ. ഇനി എന്തെങ്കിലും ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് EFT. യെസ്, നസ്മിത. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ? ഉണ്ടോ? അഭിപ്രായങ്ങൾ ഉണ്ടോ? ഹലോ? അഭിപ്രായമില്ല, ഉത്തരം കിട്ടാത്ത വിഷമമുണ്ട്. ഉത്തരം കിട്ടാത്ത വിഷമം. ഓക്കെ, ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ആ പോസ്റ്ററിൽ എന്റെ നമ്പർ ഉണ്ട്. കൈൻഡ്ലി കോൺടാക്ട് മീ പേഴ്സണലി. നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഹൗ ടു ജോയിൻ ഫോർ മൈ മദർ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പോസ്റ്ററിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇന്നിപ്പോ ജോയിൻ ചെയ്യാൻ വന്ന ലിങ്ക് പോസ്റ്ററിൽ എന്റെ നമ്പറാണ്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. ഹൗ ടു ഹാൻഡിൽ ഇന്റർവ്യൂസ് ഇൻ ഷോർട്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫ്രം ഐഫോൺ ആരാ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഐഫോൺ ഐഫോൺ ചോദിച്ചത് ഷോർട്ട് ആയിട്ട് ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നാണ് ഐഫോൺ ചോദിച്ചത്. ഐഫോണിന്റെ പേര് അറിഞ്ഞാൽ സന്തോഷമായിരുന്നു. എന്താണെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ സമയത്ത് എന്താണ് നിങ്ങൾ നെർവസ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു ഇമോഷനാണ്. ആ ഇമോഷനെ നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്നാണ് പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ ഭയം എന്ന് പറയുന്നത് വലിയ കത്തി കൊടുവാളൊക്കെ എടുത്തിട്ടുള്ള ഒരു നിങ്ങളെ എന്താ പറയാ വെട്ടാൻ വരുന്ന ഒരു ആളായിരിക്കാം. അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ വീണ്ടും രണ്ടാമത് നിങ്ങൾ ആ എക്സ്പീരിയൻസിലേക്ക് മുതിരില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അത് മനുഷ്യ സ്വഭാവമാണ്.
അപ്പോഴാണ് നമ്മൾ ആ വാതിൽ നന്നായിട്ട് ബന്ദോബസ്താക്കിയിട്ട് കീ ആരെടുത്ത് കൊടുക്കുക, നമ്മളെ വീട്ടിലുള്ള ആളുകളെടുത്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ് എന്നുള്ള ആ ഭയം എന്തുകൊണ്ടാണ് എന്നുള്ളത് സ്വയം അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ ബുഷ്രമോള് പറഞ്ഞതുപോലെ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു എക്സ്പേർട്ടിന്റെ സപ്പോർട്ട് തേടുക. കാരണം ഒരു വലിയ വടവൃക്ഷമായി അത് വീടിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ വേരെടുത്തിട്ട് പിഴുത് കളയാം. ഓക്കെ, വിവോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താ ചോദിക്കാനുള്ള വിവോക്ക്? ഫോണിന്റെ മാം ഹലോ ഓ മാം, നമ്മുടെ ഒരു ഈ സ്ട്രെങ്ത് ഉണ്ടാവല്ലോ, നമ്മുടെ ഹസ്ബൻഡിനോട് കേട്ടിട്ടുള്ള ചീത്ത മൊത്തം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് മൊത്തം നമ്മൾ കുട്ടീനെ എടുത്താ തീർക്കുന്നത്. അപ്പം ആ അത് ആ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാ? സൈക്കോളജിയില് ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോരോ പഠനം നടത്തും. അതായത് സൊസൈറ്റിയെ പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയിലേക്ക്. ആ കൊറോണന്റെ ആഫ്റ്റർ ആയിട്ട് മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെന്റ്ലി ആഡ് ചെയ്ത, അതായത് ഈ വർഷം ആഡ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. 3ാം ക്ലാസ്സിന്റെ ബുക്കില് കിച്ചണില് ഫുൾ ഫാമിലി, അതായത് ഹസ്ബൻഡ്, ഉപ്പ, അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും കിച്ചണിൽ ഇരിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ സൈക്കോളജിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകള് നിങ്ങളുടെ സ്വപ്നങ്ങളെ മാറ്റി വെക്കരുത് എന്ന്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ, പാഷനെ മാറ്റി വെക്കരുത് എന്ന്. വൈ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പോരാ, ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇല്ല, നോ നോ നോ, ഒരു സെൽഫ് ഗിൽറ്റി വരികയും നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കൂടി കൂടി വരും. എന്നിട്ട് ഇത് കംപ്ലീറ്റ് തീർക്ക ആരെടുത്താ? കുട്ടികളെടുത്താ. അപ്പൊ പറയും കുട്ടികളുണ്ട്, കുട്ടികളെ നോക്കണം, ഫാമിലി ഉണ്ട്, അത് ഇത്. ഓക്കെ, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, എന്നാലും കുട്ടികളുടെ കൂടെ പഠിക്കാം, കുട്ടികളുടെ കൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാം. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വാല്യൂ കൽപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയും നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കംപ്ലീറ്റ് നിങ്ങൾ മക്കളിലാണ് തീർക്കുക. അങ്ങനെ ആവുമ്പോൾ ഈ കുട്ടി പഠനത്തിന് ബുദ്ധിമുട്ടാവും, അവന്റെ ബിഹേവിയർ ചേഞ്ച് ആവും, പേഴ്സണാലിറ്റി ചേഞ്ച് ആവും. ജിഷന്റെ സ്വപ്നത്തിന് ഫോക്കസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. EFT കൊണ്ട് റിലേഷൻഷിപ്പ്, ഷുവർ, മാറ്റാൻ പറ്റും. റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഹെൽപ്ഫുൾ ആണ്, എല്ലാത്തിനും ഹെൽപ്ഫുൾ ആണ് EFT. പക്ഷെ അത് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാവർക്കും കൂടെ ഒരു മെഡിസിൻ എന്നുള്ള പോലെ അല്ല കൊടുക്കുക. സെഷനിൽ വരുന്ന സമയത്ത് ഇൻഡിവിജ്വലി പഠിച്ച് ഇന്ന ആൾക്ക് ഇന്നത്, പറഞ്ഞ പോലെ എന്റെ സൈസ് 42 ആണ്, ഞാൻ 38 കുത്തി കൊള്ളിച്ചാൽ എനിക്ക് കീറും. അതേപോലെ ഓരോ വ്യക്തികൾക്ക് അവർക്ക് വേണ്ട രീതിയിലാണ് ഈ തെറാപ്പി അപ്ലൈ ചെയ്യാം. റിലേഷൻഷിപ്പിന് നല്ല യൂസ്ഫുൾ ആണ്. ഹായ് മാം. ഓ ഹായ്. ക്ലാസ് എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, സൂപ്പർ ക്ലാസ് ആയിരുന്നു. എന്റെ സംശയം എന്താ വെച്ചാൽ, ഒരു മനുഷ്യന് വേണ്ട 4 കാര്യങ്ങളെ കുറിച്ച് മാം പറഞ്ഞല്ലോ. സാമ്പത്തികം, മെന്റൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ളത് പറഞ്ഞല്ലോ. ഈ 4 നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡല്ലേ EFT? ഈ 4. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോ അവരുടെ പ്രശ്നങ്ങൾ എന്താണോ ആദ്യം ഒരു കൗൺസിലിംഗിൽ ഏർപ്പെട്ടതിന് ശേഷം മാത്രമല്ലേ EFT കൊടുക്കാൻ പറ്റുള്ളൂ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിൽ മാം പഠിപ്പിക്കുന്നത് ആ ഒരു സെക്ഷൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അതെ, പഠിപ്പിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയുടെ ബേസിക് എടുത്തിട്ട് ഒരു വ്യക്തിയുടെ നമ്മുടെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് പഠിപ്പിക്കും. നമ്മുടെ ഡെവലപ്മെന്റ് സൈക്കോളജി പാർട്ട് ഭയങ്കര പ്രാധാന്യമാണ് അല്ലെ? അതെ, അത് കംപ്ലീറ്റ് പഠിപ്പിച്ചതിന് ശേഷം ഒന്നായിട്ട് ഗ്രൂപ്പായിട്ട് തെറാപ്പി അപ്ലൈ ചെയ്യും, വീണ്ടും പേഴ്സണലി വീണ്ടും അപ്ലൈ ചെയ്യും, വീണ്ടും അപ്ലൈ ചെയ്യും, വീണ്ടും അപ്ലൈ ചെയ്യും. അതായത് പഠിക്കുക, സെൽഫ് ഹീലിംഗും ആണ് ഈ ഒരു തെറാപ്പി, പഠിക്കുകയും കൂടെ ചെയ്യാം. ഇത് നമുക്ക് മറ്റുള്ളവരിൽ അപ്ലൈ ചെയ്തുകൂടെ? ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം തീർച്ചയായിട്ടും ആദ്യം നമ്മൾ അത് നന്നായിട്ട് പഠിച്ചെടുക്കണം. നമ്മളത് നന്നായിട്ട് പഠിച്ചെടുത്താൽ നമുക്ക് ക്ലാസ് ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ടോ? ആണ്, തീർച്ചയായിട്ടും. എങ്ങനെ, ഓൺലൈനിലെ ക്ലാസ്, ഓഫ്ലൈൻ?
മിക്സഡ് ആയിട്ടാണ്. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യൂ കേട്ടോ. ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ഓക്കെ രണ്ടും കൂടെയാണ്. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും? ഓക്കെ, അല്ല മാം, ഞാനിത് മാം ഒരു സംശയം കൂടെ, ഓ ഈ NLP-നേക്കാളും ബെറ്റർ ആണ് EFT? NLP-നേക്കാൾ ബെറ്റർ ആണോ AEFT എന്ന് ചോദിച്ചാൽ കമ്പാരിസൺ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആബിദ്. ഐ എം സോ സോറി. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാം ഞാൻ ചോദിച്ചോട്ടെ? ഓക്കെ, സ്പിരിച്വലി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ മുസ്ലിം ആണ്. എനിക്ക് അള്ളാഹിനെ പറ്റി എല്ലാ റിലീജിയനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്, മദ്രസ പഠനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കാരണം കൊണ്ട് എനിക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നിസ്കരിക്കാന്ന് വെച്ചാൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം അങ്ങനെ അല്ലായിരുന്നു, പിന്നീടായതാണ്. അപ്പം അതൊക്കെ ഈ EFT നെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ എന്ത് മാറ്റാണ് അതിൽ കൊണ്ടുവരാൻ കഴിയുക? അതെന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തുകൊണ്ടാണ് ആ സ്പിരിച്വലി കണക്റ്റഡ് ആവാതെ മടി എന്നുള്ള നെഗറ്റീവ് ഇമോഷൻ ബാക്കോട്ട് വലിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ മരത്തിന്റെ വേരിനെ നമുക്ക് പൊട്ടിക്കാം. ആ വേര് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താണോ, വിവോന്റെ പേരറിയില്ല, വിവോ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വിവോക്ക് എത്താൻ പറ്റും. ഓക്കെ വിവോ, EFT കൊണ്ട് അതിനെ സാധിക്കുമെന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും സാധിക്കും. നസ്മി, ആർ യു ഹിയർ? യെസ് മാം. ഒന്ന് ഷെയർ ചെയ്യാവോ നസ്മിയുടെ എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. EFT ചെയ്തതിന് ശേഷം ഫുള്ളി നമുക്ക് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അനന്തമായ എനർജി ഉണ്ട്, പവർ ഉണ്ട്. അത് ഹാർനസ് ചെയ്ത് ചാനലൈസ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് EFTയുടെ ഒരു പ്രത്യേകത. നമ്മൾ എസ്പെഷ്യലി നമ്മൾ സ്പിരിച്വൽ സൈഡ് ഒരുപാട് ടച്ച് ചെയ്തുകൊണ്ടാണ് EFT ഫ്രെയിം ചെയ്ത് ഇവരുടെ നമുക്ക് വേറെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നവരെ എനിക്കറിയില്ല. ഞാൻ ഇവരുടെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ EFT ചെയ്തത്. വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് സ്പിരിച്വലി നമ്മളെ ഓൾ ഫേസസ് ഓഫ് അവർ ലൈഫ്, അതായത് ഹെൽത്ത് വൈസ്, ഇന്റലക്ച്വലി ഒക്കെ നമുക്ക് ഒരുപാട് എന്താണ് മാറ്റം കൊണ്ടുവരാൻ, അത് സെൽഫ് ഡ്രൈവ് ചെയ്ത് സ്വന്തം നിലയിൽ മറ്റുള്ളവർ ഉപദേശിച്ചിട്ടോ പറഞ്ഞിട്ടോ എന്നല്ല, നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നി ചെയ്യുമ്പോഴാണല്ലോ എല്ലാത്തിനും നിലനിൽപ്പുണ്ടാവുക. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല, കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഒരു സ്പീച്ച് കേട്ടിട്ട് നമ്മൾ മാറട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കേട്ട് മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു പ്രസംഗം കേട്ടിട്ട് നിസ്കരിച്ച് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഒരു 2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല, സെൽഫ് ഡ്രൈവിംഗ് ആണ്. ചേഞ്ചസ് ഹാപ്പൻ വിത്തിൻ അവർ സെൽഫ്സ്. നമ്മളെ ഉള്ളിൽ നിന്നാണ് ചേഞ്ച് നടക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് വർത്ത് ഡൂയിങ്. EFT ചെയ്യുന്നത് വർത്ത് ആണ്. ഓക്കെ, താങ്ക് യു നസ്മി. വിവോ ക്ലിയർ ആയോ? വിവോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിലോട്ടേക്ക് നിങ്ങൾ തന്നെ ഇറങ്ങിയിട്ട്, ഞാൻ അതിനൊരു ഗൂഗിൾ മാപ്പ് മാത്രമാണ്, ഞാൻ അതിന് എക്സ്പേർട്ട് ആയത് കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ തന്നെ എങ്ങനെയൊക്കെ ഇറങ്ങണം എന്നുള്ള പ്രാക്ടീസ് ആണ് ഇവിടെ തരാം. നിങ്ങൾക്ക് ആ ടൂള് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ വേറൊരു ബ്യൂട്ടി. നിങ്ങളുടെ കയ്യിൽ ആ ടെക്നിക്ക് തെറാപ്പി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേബിൾ ആവുന്ന, നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ അഷുറൻസ് ആണ്, അതായത് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. വീണ്ടും നിങ്ങൾക്കത് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പനി വന്നു, അപ്പൊ പെനഡോൾ കഴിച്ചു, അടുത്ത വർഷം വീണ്ടും പനി വന്നു, വീണ്ടും പെനഡോൾ കഴിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്തേക്ക് പോകണം. അവിടെ നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ടൈം, നമ്മുടെ ട്രാവലിംഗ്. എന്നാൽ ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒറ്റ സിറ്റിങ്ങിലും, അതായത് നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നല്ല ഡീപ്പ് ലെവൽ ഹീലിംഗ് ആണ്. വീണ്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതായത് നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്ന വിവോ. എന്റെ നമ്പറിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യും. ഓക്കെ ഓക്കെ മാം. ഫാത്തിമ ഫാബി എന്നെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യണേ, കാരണം എനിക്ക് ഇവിടെ റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടാണ്. ഫാത്തിമ ഫാബി എന്നെ കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കും ഒരു സംശയങ്ങളും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിക്കണമെങ്കിൽ പോസ്റ്റലിന്റെ നമ്പർ ഉണ്ട്. കൈൻഡ്ലി കോൺടാക്ട് മീ പേഴ്സണലി. ഓക്കെ, താങ്ക് യു സോ മച്ച്.